അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വഴികാട്ടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പീസ് റേഡിയോ വഴികാട്ടിയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് മുഹമ്മദ് റോഷനാണ്. റോഷൻ, സ്വാഗതം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റോഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വിദേശ വിദ്യാഭ്യാസം, പുറമേയുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പഠനം നടത്തിയ കാര്യങ്ങൾ. അപ്പം അത്തരത്തിൽ ഒരു ഫെലോഷിപ്പോട് കൂടിയിട്ട് വിദേശ പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് റോഷൻ. ഇന്ത്യയും അതുപോലെ തന്നെ ഫ്രഞ്ച് ഗവൺമെൻറ്, ഫ്രാൻസിലെ ഗവൺമെൻറ്റും കൂടി ചേർന്ന് നടത്തുന്ന ചർപ്പക് സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് റോഷൻ എന്നുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ റോഷനിലൂടെ തന്നെ അറിയാം. റോഷൻ ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് മുഹമ്മദ് റോഷൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പ്രദേശത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് MSc 5 ഇയർ കോഴ്സ് അപ്ലൈഡ് ജിയോളജിയിൽ നിന്ന് ബിരുദം കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങി. ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് 2.5 മാസത്തെ കോഴ്സായിരുന്നു. 2.5 മാസത്തെ ഒരു സമ്മർ ഇൻറ്റേൺഷിപ്പായിരുന്നു. അത് ഇന്ത്യയിലെ ഫ്രഞ്ച് എംബസി അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയും തമ്മിൽ ചേർന്നിട്ട് സഹകരിച്ച് നടത്തുന്ന ഒരു ഫെലോഷിപ്പാണ്. രാമൻ ചർപ്പക് സ്കോളർഷിപ്പാണ് ഫെലോഷിപ്പ് എന്നാണ് അതിൻ്റെ സമ്പൂർണ്ണ നാമം. രാമൻ എന്ന് പറയുമ്പോൾ രാമാനുജൻ. വളരെ പ്രശസ്തനായിട്ടുള്ള മാത്തമാറ്റീഷ്യൻ. അതെ, അദ്ദേഹവും ആ ചർപ്പക് എന്ന് പറയുന്നത് ഫ്രാൻസിലെ പ്രമുഖനായ ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. ചർപ്പക് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രാമൻ ചർപ്പക് സ്കോളർഷിപ്പ് എന്നാണ് സ്കോളർഷിപ്പിൻ്റെ പേര്. അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഫ്രഞ്ച് എംബസി ഒരു വർഷം 35 സ്റ്റുഡൻസിനാണ് ആ ഫെലോഷിപ്പ് നൽകുന്നത്. ഫെലോഷിപ്പ് തുടങ്ങുന്നത് ഒരു വർഷത്തിലെ അവസാന സമയം നവംബർ മാസത്തിലാണ് അതിനുള്ള കോൾ വരിക, സമ്മർ ഇൻറ്റേൺഷിപ്പ്. ഈ ചർപ്പക് സ്കോളർഷിപ്പിന് കീഴിൽ വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്. സമ്മർ ഇൻറ്റേൺഷിപ്പിന് പുറമെ തന്നെ മാസ്റ്റേഴ്സ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ തന്നെ PhD സ്കോളർഷിപ്പുകളും ചർപ്പക്കിന് കീഴിൽ അവർ സ്കോളർഷിപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ വിദേശ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലിപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു രീതി, പൊതുവെ ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെയുള്ള ക്രീമായിട്ടുള്ള ആളുകൾ വിദേശത്തേക്ക് പോകുന്നു. പക്ഷേ അത്തരം വിദ്യാഭ്യാസം നേടാൻ പോകുന്ന ആളുകൾ പോലും പലപ്പോഴും ലോണൊക്കെ എടുത്തിട്ട് എഡ്യൂക്കേഷൻ ലോണും മറ്റൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് തുക യൂണിവേഴ്സിറ്റിയിൽ പേ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ ഒരുപാടുണ്ട്, വ്യത്യസ്ത രീതിയിലുള്ള ഫെലോഷിപ്പ് പ്രോഗ്രാം. അത്തരത്തിലൊന്നാണ് ചർപ്പക് എന്നുള്ളത്. നേടിയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്ത വ്യക്തിയാണ് റോഷൻ. അപ്പം നമ്മുടെ ഒരു തുടക്കത്തിലൊരു വിദ്യാഭ്യാസം, സ്കൂൾ കാലഘട്ടം മുതലുള്ള വിദ്യാഭ്യാസം, പിന്നീട് ഹൈദരാബാദിലേക്ക് വരുന്ന ആ ഒരു ജേണി പറഞ്ഞാൽ നന്നോ? അതെ, അത് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം +2 ശേഷം ഒരു വർഷം റിപ്പീറ്റിന് പോവുകയുണ്ടായി. എൻട്രൻസ് എക്സാം നീറ്റിനായിരുന്നു ട്രൈ ചെയ്തിരുന്നത്. സയൻസ് ആയിരുന്നു പഠിച്ചിരുന്നത്. നീറ്റ് എക്സാം എഴുതി. പക്ഷേ നീറ്റ് എക്സാമിൽ വേണ്ടത്ര വിധത്തിലുള്ള ഒരു പ്രതീക്ഷിച്ച നിലവാരത്തിനനുസരിച്ചിട്ട് നമുക്ക് സ്കോർ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ അവിടെ അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റ് പല എൻട്രൻസ് എക്സാമുകളും ഞാൻ എഴുതുകയുണ്ടായിട്ടുണ്ട്. അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായിട്ടുള്ള കോമൺ ടെസ്റ്റ് അന്ന് ഉണ്ടായിരുന്നില്ല. ഓരോ യൂണിവേഴ്സിറ്റികളിലും നമ്മൾ സെപ്പറേറ്റുള്ള എക്സാമുകൾ എഴുതിയിട്ടായിരുന്നു അഡ്മിഷൻ എടുത്തിരുന്നത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൻ്റെ എക്സാം കോഴിക്കോട് നമ്മുടെ ഒരു സെൻറ്റർ അവൈലബിൾ ആണ്. നമ്മളങ്ങനെ എഴുതിയിരുന്നു. എനിക്കവിടെ അഡ്മിഷൻ കിട്ടിയത് മാത്തമാറ്റിക്സിലായിരുന്നു യഥാർത്ഥത്തിൽ. അതിനുശേഷം ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത് ബയോളജിക്കായിരുന്നു. നമുക്ക് ഇങ്ങനെ ഓർഡറിൽ കൊടുക്കാൻ സാധിക്കും. ഒരു മാത്തമാറ്റിക്സിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ബയോളജിയിലോട്ട് എനിക്ക് സ്ലൈഡിങ് ഓപ്ഷൻ കിട്ടി. അങ്ങനെ ബയോളജിയിലായിരുന്നു ഞാൻ ഇൻ്റഗ്രേറ്റഡ് MSc ആദ്യത്തെ വർഷം. താല്പര്യം അവിടെ ഉണ്ടായിരുന്നു. ബയോളജി. അതെ, അതുകൊണ്ടായിരുന്നു ഞാൻ ഒന്നാമത്തെ ഓപ്ഷന് ബയോളജി കൊടുത്തിരുന്നത്. ആ ബയോളജി കൊടുത്ത് അതിൻ്റെ ഒരു കോർ കോഴ്സ് അടക്കം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഫൗണ്ടേഷൻ ബയോളജി എടുത്ത് ബയോളജിയിലോട്ടുള്ള ഒരു താല്പര്യം എന്ന മുഖേന ഒരു 6 മാസം ഞാൻ അതിൽ ഭയങ്കര പാർട്ടിസിപ്പൻ്റായിട്ട് തന്നെ ഭയങ്കരമായിട്ട് ചെയ്തിരുന്നു. അതായത് ബയോളജി കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് അവിടുത്തെ സീനിയേഴ്സൊക്കെ നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച്, ജിയോളജിയെ കുറിച്ചിട്ട് അറിയുന്നതൊക്കെ ക്യാമ്പസിലെത്തിയതിന് ശേഷമാണ്. ഇതിൻ്റെ സാധ്യതകളും അതുപോലെ തന്നെ പഠിക്കാൻ കമ്പാരിറ്റീവ്ലി മറ്റ് വിഷയങ്ങളോട് വെച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അത് എടുക്കാനൊരു കാരണമായി.
അപ്പോൾ അങ്ങനെയാണ് ജിയോളജിയിലോട്ട് മാറാൻ ഞാൻ ശ്രമിക്കുന്നത്. അത് 1ാം വർഷത്തിൽ തന്നെയാണോ? അതെ, കംപ്ലീറ്റ് ബയോളജി ആയിരുന്നു. പക്ഷേ ആ വർഷം തന്നെയാണ് ജിയോളജി എന്ന കോഴ്സിനെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സ്ലൈഡിങ്ങിന് ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത അല്ല ഹൈദരാബാദ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുടെ ഒരു 1ാം വർഷം കഴിയുമ്പോൾ പിന്നീട് അതായത് നമുക്ക് താല്പര്യമില്ലാത്ത കോഴ്സ് ആണെങ്കിൽ മാറാനുള്ള അത് നമ്മളെ മാർക്ക് വെച്ചിട്ടാണ് അതിനുള്ള ഓപ്ഷൻ. അതെ, നമ്മൾ കൊടുക്കുന്ന വിഷയങ്ങളിൽ വാക്കൻസികൾ ഉണ്ടെങ്കിൽ, അതായത് കുട്ടികൾ ചിലപ്പോൾ ഒഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മറ്റു കോഴ്സുകളിൽ നിന്ന് നമ്മുടെ കോഴ്സുകളിലേക്ക് വരാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതവർ മുൻഗണന വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മാറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ജിയോളജി നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധാരണ നമ്മുടെ നാട്ടിലെ ഒരാൾ ഇപ്പോൾ ഒരു ബോട്ടണി സോളജി അല്ലെങ്കിൽ ഏത് ഡിഗ്രി കോഴ്സുകൾ ചേർന്ന് കഴിഞ്ഞാലും പിന്നീട് അത് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അതെ, അതിൽ ചില ഇലക്ടീവ് പേപ്പറുകൾ ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്നൊക്കെ ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നു പുതിയ NEP പ്രകാരമൊക്കെ ഇത്തരത്തിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലെ നമ്മൾ ഡിഗ്രിക്ക് ഒരു വിഷയത്തിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഏത് സമയത്തും മാറാനും ആ രീതിയിലൊക്കെ ഉള്ള അത് നല്ലൊരു ഓപ്ഷൻ. അത്തരത്തിൽ അതൊരു പോസിറ്റീവായിട്ട് റോഷന് കാണാൻ പറ്റും. അതെ അതെ. ആദ്യത്തെ 2 വർഷം അവിടുത്തെ ഇൻ്റഗ്രേറ്റഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അക്കാഡമിക്കലി എല്ലാവരും, അതായത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളായിട്ടുള്ള അവിടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ജിയോളജി, മാത്സ് എടുക്കുന്ന എല്ലാ കുട്ടികളും തന്നെ എല്ലാ വിഷയവും ആദ്യത്തെ 2 വർഷം ഒപ്പം ഇരുന്നിട്ടാണ് പഠിക്കുക. അപ്പോൾ ക്ലാസ്സിലെ സ്ട്രെങ്ത്ത് 120 മുതൽ 150 വരെ കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ 2ാമത്തെ വർഷം വളരെ ചുരുക്കം ചില സബ്ജക്റ്റുകൾ മാത്രമായിരുന്നു ജിയോളജിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ വർഷം കോവിഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കധികം ക്ലാസ്സുകളും ഓൺലൈനിലായിരുന്നു. 2ാമത്തെ വർഷം മുതലാണ് ക്യാമ്പസുകളിൽ ക്ലാസ് മുറികളിൽ ഇരുന്നു കൊണ്ട് ക്ലാസ്സുകളൊക്കെ ശ്രവിക്കാനും പഠിക്കാനൊക്കെ കഴിഞ്ഞത്. ആ ഒരു സമയത്താണ് ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പുതുതായിട്ട് കേൾക്കുന്നതും അറിയുന്നതൊക്കെ. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ നമ്മൾ ജിയോളജി പഠനം എന്നുള്ള ഇപ്പം ഡിഗ്രി മുതലാണ് റോഷൻ പഠിച്ചു തുടങ്ങിയത്. അതിന് മുന്നേ ആ ഒരു ജിയോളജിയിൽ അവസരങ്ങളുണ്ടോ? +1 +2 നമുക്കതൊരു ഓപ്ഷനായിട്ട് ഹ്യൂമാനിറ്റീസിലും മറ്റും വരുന്നുണ്ടോ? അതെ, +1 +2 ജിയോളജി കോഴ്സുകൾ ഉണ്ടെങ്കിലും അത് വളരെ റയറായിട്ടാണ് കണ്ടിട്ടുള്ളത്. ജിയോഗ്രഫി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജിയോഗ്രഫിയും ജിയോളജിയും ആ ഒരു വ്യത്യാസം പറഞ്ഞാൽ അതെ, ജിയോളജി എന്ന് പറയുന്നത് ഭൂമിയുടെ അടിഭാഗത്ത്, അതല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ അകത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ജിയോളജിയിൽ പഠിക്കുന്നത്. ജിയോഗ്രഫി പുറത്തുള്ളത്. അതെ, ജിയോഗ്രഫി പറയുന്നത് ഭൂമിയുടെ മുകൾ ഭാഗത്തും അന്തരീക്ഷവും അതിന് മുകളിലോട്ടുള്ള ഭാഗങ്ങളും വരുന്ന ഒരു വിഷയ ശാഖയാണ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. ജിയോഗ്രഫി നമ്മൾ സാധാരണ +2 ഹിസ്റ്ററിയുടെ കൂടെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഞാൻ. ജിയോളജി അത്രത്തോളം പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ജിയോളജി യഥാർത്ഥത്തിലൊരു വിഷയമായിട്ട് തന്നെ +2 സിലബസിലൊക്കെ വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൻ്റെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വ്യക്തമായി പരിശോധിക്കുമ്പോൾ മറ്റ് വിഷയങ്ങളിലുള്ള പോലെ തന്നെ എൻവിറോൺമെൻറ്റൽ ചലഞ്ചസൊക്കെ കൂടുതലായിട്ട് നേരിടുന്ന സമയം എന്ന നിലയ്ക്ക് പല രാജ്യങ്ങളിലും വളരെ എഫക്റ്റീവായിട്ട് ഫണ്ടിങ് ചെയ്യുന്ന ഒരു വിഷയ മേഖലയാണ് ജിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തൊക്കെ നമ്മൾ ഗവേഷണ സംബന്ധമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു വിഷയമാണ് അത്. അപ്പോൾ +2 നിന്ന് കുട്ടികൾക്ക് ആ ഒരു വിഷയധാരണയൊക്കെ കിട്ടുകയാണെങ്കിൽ അതെ, തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചില സ്കൂളുകളിൽ ജിയോളജി ഉണ്ട് ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ സ്ട്രീമിൽ. പക്ഷെ വളരെ റയറായിട്ട് ചില സ്കൂളുകളിൽ മാത്രമാണ് അത്തരം അവസരങ്ങൾ. റോഷൻ പറഞ്ഞ പോലെ കൂടുതൽ നേരത്തെ തന്നെ ഈ ഒരു ഫീൽഡിൽ ഭൂമിയുടെ അകത്തെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ, പ്രത്യേകിച്ച് ഖനനം മറ്റു കാര്യങ്ങളിലൊക്കെ നീങ്ങാൻ താല്പര്യമുള്ള കുട്ടികൾ ജിയോളജി ഉള്ള +2 ഹ്യൂമാനിറ്റീസ് സ്ട്രീമൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആദ്യം മുതലേ ആ ഒരു ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ കഴിയുന്നതാണ്. പിന്നീട് ഈ ഒരു 5 വർഷത്തെ കോഴ്സായിരുന്നല്ലോ ഹൈദരാബാദ്. അപ്പം അതിൽ അവസാന വർഷമാണോ ഇൻറ്റേൺഷിപ്പ്, അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ പ്രൊജക്റ്റുകളും ഇൻറ്റേൺഷിപ്പുകളും ചെയ്തിട്ടുണ്ടോ? അതെ, ഇത് ഞാൻ ഈ ചർപ്പക് സ്കോളർഷിപ്പ് ട്രൈ ചെയ്യുന്നത് എൻ്റെ 4th ഇയർ ഇൻ്റഗ്രേറ്റഡ് ഇയറിൽ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് സമയബന്ധിതമായിട്ട് എനിക്കത് അതിൻ്റെ പ്രോസസ്സ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രാൻസിലെ ഒരു ലബോറട്ടറിയിൽ നിന്നൊരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടണം, ഒരു സൂപ്പർവൈസറുടെ. അപ്പോൾ അത് കിട്ടാത്തിടത്തോളം നമുക്ക് ഈ ഫെലോഷിപ്പുമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു സംഭവം കിട്ടാത്തതുകൊണ്ട് തന്നെ 4th ഇയറിൽ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ ഒരു ഫെലോഷിപ്പിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, നമുക്ക് യൂണിവേഴ്സിറ്റി അഡ്മിൻ ഒരുപാട് മെയിൽസ് ഇതുപോലെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെയിലുകൾ, അതുപോലെയുള്ള കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരുപാട് മെയിലുകളൊക്കെ അയക്കും. അതിൽ നിന്നാണ് ഞാൻ ഈ ചർപ്പക് ഫെലോഷിപ്പിനെ കുറിച്ചിട്ട്
ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി ഇവരോട് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന ഒരു മെയിലിലൂടെയാണ് ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നതും അതുപോലെ അതിനോട് പരിശ്രമിക്കുന്നതും. അപ്പോൾ ഇതിന് 4th ഇയറിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇതിലോട്ടുള്ള ഒരു 5th ഇയറിൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി നേരത്തെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യണമെന്ന് മുൻകൂട്ടി ധാരണ വെച്ചിരുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കാര്യം പുറത്തോട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത്, സാധാരണ കുട്ടികൾ കണ്ടുവരുന്നൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഇൻറ്റേൺഷിപ്പ് വൈഡായിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണാറുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കരിയർ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇൻറ്റേൺഷിപ്പ് ആദ്യഘട്ടം നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വിഷയം വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇൻറ്റേൺഷിപ്പുകൾ ഒരുപാട് അവൈലബിൾ ആയിരിക്കും. സാധാരണ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പുകൾ തുടർന്ന് വരുന്ന അക്കാഡമിക് വർഷങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ ഒരു MSc അതല്ലെങ്കിൽ ഒരു MSc ലാസ്റ്റ് ഇയറൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും നല്ലൊരു CV പ്രൊഫൈൽ നമ്മുടെ കയ്യിലുണ്ടാവും. അതതിന് ബാക്കി നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൂടുതൽ എഫക്റ്റീവായിട്ട് യൂസ്ഫുള്ളാവും. ഞാൻ 2nd ഇയറിൽ ആണ് എൻ്റെ ആദ്യത്തെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. അത് നമ്മുടെ മലപ്പുറം ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിരുന്നു. ഗ്രൗണ്ട് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു അത്. അന്ന് മുതലേ ഗ്രൗണ്ട് വാട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്, അതല്ലെങ്കിൽ വാട്ടറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് മൊത്തം ചെയ്തിട്ടുള്ളത്. 3rd ഇയറിൽ കോഴിക്കോട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വാട്ടർ സംബന്ധമായ വാട്ടർ റിസർച്ച് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, CWRDM എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെയും ഗ്രൗണ്ട് വാട്ടർ മോഡലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പാണ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ 4th ഇയറിൽ ഒരുപാട് വർക്ക്ഷോപ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. NIH റൂർക്കെ, അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജി റൂർക്കെ, അത് ഇതുപോലെ തന്നെ ഒരു മോഡലിംഗ് ആയിരുന്നു. അതായത് വാട്ടറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, ഇൻറ്റേൺഷിപ്പൊക്കെ ചുരുക്കം പറഞ്ഞാൽ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു. അതായത് വിച്ച് മീൻസ് ഒരൊറ്റ വിഷയമല്ല, ഒന്നെങ്കിൽ വാട്ടറിൻ്റെ ക്വാളിറ്റി ചെക്കിങ്, അതുപോലെ വാട്ടർ കണ്ടെത്താനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ജിയോ ഫിസിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഫോക്കസ് ചെയ്തിരുന്ന ഒരു മെത്തേഡ് എന്താ വെച്ചാൽ വാട്ടറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളിലായിരുന്നു തുടർച്ചയായിട്ട് വർക്ക്ഷോപ്പുകളും ഇൻറ്റേൺഷിപ്പുകളും കോൺഫറൻസുകളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നത്. അത് എൻ്റെ CV കുറച്ചും കൂടിയും ബൂസ്റ്റ് ചെയ്യാൻ വളരെ ഉപകരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായിട്ടും, നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്, കോഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടുന്നില്ല, എല്ലായിടത്തും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. റോഷൻ്റെ ഈ ഒരു ലൈഫ് ജേണി ത്രൂ ഔട്ട് പറയുമ്പോൾ ഓരോ വർഷവും വിവിധ ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റുകളുടെ ഭാഗമാവുന്നുണ്ട്, വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഴ്സ് ചെയ്യുന്ന സമയം തന്നെ ഇത്തരത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് റോഷനെ സംസാരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇൻറ്റേൺഷിപ്പും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടുക എന്നുള്ളത് ഒരു ഇൻ്റർവ്യൂക്കൊക്കെ വരുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചർപ്പക് ഫെലോഷിപ്പും ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണോ ചെയ്തിരുന്നത്? അതെ, അതാണ് ഞാൻ പറയാൻ കാരണം ഇത് ഞാൻ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളായിരുന്നു ഞാൻ സെർച്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രൊഫസർക്ക് നമ്മൾ മെയിൽ ചെയ്യണം, അവരുടെ റീപ്ലൈ നമ്മൾ കാത്തു നിൽക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം നമ്മുടെ ഈ വിഷയത്തിലുള്ള ധാരണ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്തിരുന്ന വിഷയങ്ങളിൽ നിന്ന് ഞാൻ എടുത്തിരുന്ന ഒരു കൺക്ലൂഷൻ അവർക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് പ്രൊഫസർമാർക്ക് മുമ്പിൽ ഞാൻ മെയിൽ അയക്കുമ്പോൾ ചെയ്തിരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൽ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ. അതുമായി റിലേറ്റ് ചെയ്തിട്ടായിരുന്നു എല്ലാ മെയിലുകളും ഞാൻ പ്രൊഫസർമാർക്ക് അയച്ചിരുന്നത്. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഏരിയ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം ആപ്ലിക്കേഷനുകൾ കൊടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് വരാൻ തോന്നുന്നു. അപ്പം ഈ ഒരു 5 വർഷത്തെ പഠനം, പ്രത്യേകിച്ച് ഹൈദരാബാദ് പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സമയത്തുള്ളൊരു എക്സ്പീരിയൻസ്, അവിടെ നിന്നുള്ള അധ്യാപകരും പ്രൊഫസർമാരാവട്ടെ അല്ലെങ്കിൽ കൊളീഗ്സ് കൂടെ പഠിച്ചവരൊക്കെ ഇത്തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പിനൊക്കെ കൂടുതൽ പ്രചോദനം നൽകിയിരുന്നു. എന്താണ് ആ ഒരു സമയത്തുള്ള കാര്യങ്ങൾ? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദിലെ നമ്മൾ എത്തിപ്പെടുന്നൊരു സാഹചര്യവും അവിടെ നിന്ന് നമുക്കുണ്ടാവുന്ന സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തന്നെ വളരെ
അക്കാഡമിക്കലി വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സുഹൃത്ത് ബന്ധങ്ങളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. നമ്മുടെ സീനിയേഴ്സ് ആകട്ടെ, അതുപോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ അക്കാഡമിക്കലി നമ്മുടെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പറയുകയാണെങ്കിൽ ഫാക്കൽറ്റീസും തന്നെ വളരെ ഇങ്ങനത്തെ ഇൻറ്റേൺഷിപ്പുകളും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ എൻകറേജ് ചെയ്യുന്ന ആളുകളായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, 3rd ഇയർ ആകുന്ന സമയത്ത് IIT ബോംബെയിൽ ഒരു പ്രോട്ടോലിത്ത് എന്ന് പറയുന്ന ഒരു ജിയോളജി റിലേറ്റഡ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ HOD നമ്മൾ ക്ലാസ്സുകളിൽ 10 കുട്ടികളാണുള്ളത്, 10 കുട്ടികളെ വിളിക്കുകയും നിങ്ങൾ ഈ കോൺഫറൻസിന് പോയി അറ്റൻഡ് ചെയ്യണം എന്ന് പറയുകയും, അങ്ങനെ ഒരാഴ്ചത്തെ ക്ലാസ് നമുക്ക് ഒഴിവാക്കി തന്ന് നമ്മൾ ആ കോൺഫറൻസിൽ ഒരാഴ്ചത്തേക്ക് IIT ബോംബെയിൽ പങ്കെടുക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നുണ്ടായി. ഫാക്കൽറ്റീസൊക്കെ വളരെ എൻകറേജ്ഡ് ആണ്. നമ്മുടെ ഈ അക്കാഡമിക്കലി നമ്മൾ സെൽഫായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ കോൺഫിഡൻസ് നൽകുന്ന പ്രൊഫസേഴ്സും അതുപോലെ സൂപ്പർവൈസേഴ്സൊക്കെയാണ് നമുക്കുള്ളത്. അതൊക്കെ ഈ ഒരു ജേണിയിൽ, അതല്ലെങ്കിൽ ഈ ഒരു ഫെലോഷിപ്പ് കിട്ടുന്ന കാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും പുറത്തുള്ള യൂണിവേഴ്സിറ്റികളാകുമ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രത്യേകിച്ച് ഏറ്റവും മികച്ച അധ്യാപകരാണ് നമുക്കുണ്ടാവുക. അവരുടെ കൂടെ പഠിച്ചിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസും അവരുടെ റെഫറൻസുകൾ കിട്ടുന്നതും അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും വലിയൊരു മുതൽക്കൂട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജിയോളജി എന്നുള്ളൊരു മേഖല റോഷനെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തെ ഇപ്പോൾ PG പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഒരു ജിയോളജിയിലേക്ക് പഠനം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ എവിടെയൊക്കെയാണ്? ഇപ്പോൾ റോഷൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. മറ്റുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജിയോളജി നമ്മൾ +2 ലെവലിലൊക്കെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ധാരണ കുറവായതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഈ വിഷയത്തിലോട്ട്, അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് തേടിയിട്ട് ഈ വിഷയത്തിലോട്ട് വരുന്നത് എന്നെ പോലെ യാദർശികമായിട്ട് പല ഭാഗത്തു നിന്നും കിട്ടുന്ന സോഴ്സുകൾ വെച്ചിട്ട് ആയിരിക്കും. അല്ലാതെ നേരിട്ടിട്ട് അതല്ലെങ്കിൽ ഈ വിഷയം ഇതിൽ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും ഇതിൽ വന്നവരായിട്ട് ഞാൻ വളരെ ചുരുക്കം പേരെ കണ്ടിട്ടുള്ളൂ. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ HCU പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി മികച്ചൊരു ഓപ്ഷനാണ് ജിയോളജിക്ക്. അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി, അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ജിയോളജിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ IITകളിലും ഐസറുകളിലും ഇതിനുള്ള ചാൻസ് ഉണ്ട്, ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അപ്ലൈഡ് ജിയോളജി എന്ന പേരിലല്ല ഐസറുകളിലൊന്നും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, എർത്ത് സയൻസ് എന്ന പേരിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പല കുട്ടികളും ഐസറിൽ എൻ്റെ കൂടെ പഠിക്കുന്ന പല കുട്ടികളും മേജർ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സിലൊക്കെ എടുക്കുന്ന കുട്ടികൾ മൈനർ കോഴ്സുകൾ എർത്ത് സയൻസിൽ ചെയ്തുകൊണ്ട് അവരുടെ റിസർച്ച് മേഖലയിലോട്ട് വരുമ്പോൾ എർത്ത് സയൻസിൽ പൂർണ്ണമായി ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു രീതി കണ്ടു വന്നിട്ടുണ്ട് ഐസറിൽ പഠിക്കുന്ന. അതെ. അപ്പോൾ ഇത് മൈനർ കോഴ്സുകൾ അവർക്ക് എർത്ത് സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് PhD പോലുള്ള കാര്യങ്ങളിൽ നോക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. IITകളിലും അതുപോലെ തന്നെ. ഓക്കെ, ഒരുപാട് അവസരങ്ങളുള്ള ഒരു സാധ്യതയുള്ളൊരു മേഖലയാണ് ജിയോളജി പഠനം എന്നുള്ളത്. അപ്പോൾ റോഷനെ സംബന്ധിച്ചിടത്തോളം ജിയോളജിയിൽ 5 വർഷത്തെ ഡിഗ്രി പൂർത്തിയാക്കി അത്തരം ഒരു എക്സ്പീരിയൻസ് കൂടെ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ, ഇൻറ്റേൺഷിപ്പ്, അറ്റൻഡ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, ഇത്തരത്തിലുള്ള ഒരു വലിയൊരു അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി തന്നെയാണ് റോഷൻ. പീസ് റേഡിയോയുടെ ഈ വഴികാട്ടിയുടെ ഈ ഒരു അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് അടുത്ത ഭാഗത്തും റോഷൻ കൂടുതൽ നമ്മുടെ ചെർപ്പക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായിട്ട് കൂടെ ചേരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.